Welcome to Starjam with Chittu Susan. ഇന്ന് നമ്മുടെ ഉള്ളത് is one of the best music directors in the industry, our very own Bijibal sir. Welcome to Starjam, Bijibal. Thank you. 3 super hits movies ആണ് ഇന്ന് സിനിമയിൽ നടക്കുന്നത് of yours. How do you feel? സന്തോഷമുണ്ട്. ഇപ്പോൾ 1-2 കൊല്ലമായിട്ട് ഇങ്ങനെ ഒരു മൾട്ടിപ്പിൾ ഫിലിംസ് ഒരു സമയത്ത് വരുന്ന സാഹചര്യങ്ങളുണ്ടായിട്ടുണ്ട്. പക്ഷേ ഇപ്പോൾ ഇത് കുറച്ച് സെൻസേഷണൽ ആയിട്ടുള്ള ഇപ്പോൾ ഈ പറഞ്ഞ പോലെ ഹിറ്റുകൾ, ഫിനോമിനൽ ഹിറ്റുകളായിട്ടുള്ള 3 സിനിമകൾ. 3 ഹിറ്റുകൾ അത് തന്നെ. പത്തേമാരിയെ കുറിച്ച് എന്താ പറയാനുള്ളത്? ബ്ലോക്ക് ബസ്റ്റർ. 3 ജോണറാണ്. പത്തേമാരി ആദ്യം ഞാൻ പ്രതീക്ഷിച്ചത് ഒരുപക്ഷെ എല്ലാവരുടെയും ഒരു ടോക്ക് എന്താണെന്ന് വെച്ചാൽ നല്ല റിവ്യൂസ് കിട്ടും, അപ്രിഷിയേറ്റ് ചെയ്യപ്പെടും. പക്ഷേ മേ ബി ഒരു 10-25 ദിവസം വളരെ കാമായിട്ട് ഓടി പോകുമെന്നാണ്. പക്ഷെ അത് ആളുകൾ അത് ഏറ്റെടുത്ത് റിലേറ്റ് ചെയ്തു. എന്തെന്നില്ലാത്തൊരു ഇമോഷനോടെ ആ സിനിമ സ്വീകരിക്കപ്പെട്ടു എന്നുള്ളതാണ്. പോരാത്തതിന് സൂപ്പർ സ്റ്റാർ മമ്മൂട്ടിയാണ് അതിനകത്ത് അഭിനയിക്കുന്നത്. വേലായുധേട്ടൻ്റെ ലോഞ്ചില് കോർഫക്കാനിൽ വന്നിറങ്ങി. അവിടുന്ന് ഒരു അറബിയുടെ സഹായത്തിൽ ഷാർജയിലെത്തി. ഷാർജയിൽ ദുബായിക്ക് നടന്നാ വന്നെ. ഈ നാട്ടിൽ നിന്ന് ആദ്യം പേർഷ്യയിൽ പോയ ആളാ നാരായണൻ. ബിജിബാൽ ദ കമ്പോസർ, ബിജിബാൽ ദ ബാക്ക്ഗ്രൗണ്ട് സ്കോറർ, എന്താണ് പ്രിഫറൻസ്? അത് കമ്പോസർ, ബാക്ക്ഗ്രൗണ്ട് സ്കോറർ എന്ന് പറയുന്ന ഒരു ഡിസ്റ്റിങ്ഷൻ അത് അത്ര ഇതാണെന്ന് എനിക്ക് തോന്നുന്നില്ല. കമ്പോസർ ഹിംസെൽഫ് ഇസ് എ ബാക്ക്ഗ്രൗണ്ട് സ്കോർ ചെയ്യുന്ന ആൾ ഇസ് എ കമ്പോസർ. ബേസിക്കലി ഫിലിംസിൽ മ്യൂസിക് കമ്പോസർ എന്ന് പറഞ്ഞ ബാക്ക്ഗ്രൗണ്ട് സ്കോർ ചെയ്യുന്ന ആളാണ് വേൾഡ് വൈഡ് നമ്മൾ അറിയുന്നത്. ഇന്ത്യൻ ഫിലിംസിൽ മാത്രമാണ് പാട്ടുകൾ എന്ന് പറയുന്ന ഒരു ജോണറുള്ളൂ. അപ്പോൾ അങ്ങനെ ചെയ്യുമ്പോൾ പാട്ടുകൾ പ്ലസ് ബാക്ക്ഗ്രൗണ്ട് സ്കോർ ചെയ്യുമ്പോൾ പാട്ടുകൾ എന്ന് പറഞ്ഞാൽ അഡീഷണൽ ഒരു അൺറിയൽ ആയിട്ടുള്ള ഒരു പ്ലാറ്റ്ഫോമാണ്. ഇന്നത്തെ കാലത്ത് ബാക്ക്ഗ്രൗണ്ട് സ്കോറും സോങ്സും തന്നെ ഈക്വൽ ഇമ്പോർട്ടൻസ് പോകുന്ന ഒരു സമയമാണ്. ആൻഡ് അമർ അക്ബർ ആന്റണി ഇസ് യുവർ ബാക്ക്ഗ്രൗണ്ട് സ്കോർ റീസെന്റ് ആയിട്ടുള്ള റിലീസ്. അതിനകത്ത് എങ്ങനെയാണ് ബാക്ക്ഗ്രൗണ്ട് സ്കോർ ചെയ്തത്? ശരിക്കും പറഞ്ഞാൽ അമർ അക്ബർ ആന്റണി എന്ന് പറയുന്ന സിനിമ ബാക്ക്ഗ്രൗണ്ട് സ്കോർ ചെയ്തപ്പോൾ ഞാൻ ആദ്യം കൽപ്പിച്ച കാരണം അത്തരം കുറച്ചൊരു ലൗഡർ കോമഡി ഫിലിമാണ്. അപ്പോൾ അത്തരം സിനിമകൾ ചെയ്യുമ്പോൾ സ്വതവേ ഡയറക്ടേഴ്സ് സജസ്റ്റ് ചെയ്യാറുള്ളത് ത്രൂ ഔട്ട് മ്യൂസിക്കാണ് സജസ്റ്റ് ചെയ്യാറുള്ളത്. എല്ലാവരും പറയും ഒട്ടും അധികം സ്പേസ് വേണ്ട, എപ്പോഴും ഇച്ചിരി ഒരു ലൗഡറായിട്ട് ഹാപ്പനിങ് ആയിട്ട് മ്യൂസിക് കൊണ്ടുപോകണം എന്ന് പറയാറുണ്ട്. പക്ഷേ ഇത് വളരെ ഞാൻ ആദ്യം അങ്ങനെ ചെയ്യുകയും ചെയ്തു. പക്ഷേ ഇതിൻ്റെ ഡയറക്ടർ ശ്രീ നാദിർ ഷാ അദ്ദേഹം കേട്ടിട്ട് പറഞ്ഞു, ബിജി ഇത് ഇങ്ങനെ മ്യൂസിക് ഇത്രയും വേണ്ട, നമുക്ക് ആവശ്യത്തിന് മാത്രം മതി. ബിജി സാധാരണ സീരിയസ് ഫിലിംസിന് ചെയ്യുന്നത് പോലെ ചെയ്താൽ മതി. അപ്പോൾ ഞാൻ പറഞ്ഞു, ചേട്ടാ ഇത് സാധാരണ ഇത്തരം സിനിമകൾ ചെയ്യുമ്പോൾ ഇങ്ങനെയാണ് ഡിമാൻഡ് ചെയ്യാറുള്ളത്, അതുകൊണ്ടാണ് എനിക്കിഷ്ടം മറ്റേത് തന്നെയാണ്. ഞങ്ങൾ രണ്ടാമത് കാരണം ഒരുപാട് ഹ്യൂമർ ഡയലോഗ്സ്, സിറ്റുവേഷൻ ഹ്യൂമർ ഉണ്ട്. അത് മ്യൂസിക് വന്നിട്ട് അത് കേൾക്കേണ്ട ഒരു റെസ്പോൺസിബിലിറ്റി കൂടി ആൾക്കാർക്ക് കൊടുക്കേണ്ടത് ശരിയല്ലല്ലോ. അപ്പോൾ വിറ്റ് മാക്സിമം കേൾപ്പിക്കുക, അതിൻ്റെ റെസ്പോൺസിന് മാത്രം ചെറിയൊരു അണ്ടർലൈനിങ് കൊടുക്കുക എന്ന് പറയുന്ന രീതിയാണ് ഫസ്റ്റ് ഹാഫിൽ ചെയ്തത്. അങ്ങനെ ചെയ്യുമ്പോഴാണ് ഒരു മ്യൂസീഷ്യൻ ശരിക്കും സാറ്റിസ്ഫൈഡ് ആകുന്നത്. കാരണം സൈലൻസ് എന്ന് പറയുന്നത് ബാക്ക്ഗ്രൗണ്ട് സ്കോറിനെ സംബന്ധിച്ച് സൈലൻസ് ഇസ് ദ പവർഫുൾ മ്യൂസിക് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. യു ആർ ദ മ്യൂസിക് ഡയറക്ടർ ഫോർ ദ ക്രിട്ടിക്കലി അക്ലെയിം മൂവി ഇപ്പോഴത്തെ റാണി പത്മിനി. എന്താണ് ആ സ്ക്രിപ്റ്റിനോടുള്ള യോർ ടേക്ക്, അല്ലെങ്കിൽ അതിൽ വരുന്ന കൾച്ചർ ബേസ്ഡ് കോൺട്രഡിക്ഷൻസ് എന്താണ്? വാട്ട് ഈസ് യുവർ ടേക്ക്? എൻ്റെ ടേക്കിനേക്കാളും എനിക്ക് തോന്നുന്നു ഞാൻ മ്യൂസിക് ചെയ്യുമ്പോഴത്തേക്കും സിനിമയോട് ആസ് ഒരു ന്യൂട്രൽ ഒരു ആർട്ടിസ്റ്റ് എന്നുള്ള രീതിയിൽ സിനിമയെ വിലയിരുത്തുകയും അതിനെ ചെയ്യുമ്പോഴാണ് അത് പ്യുവറായിട്ട് നമ്മളുടെ ഒരു ഒപ്റ്റിമം ഔട്ട്പുട്ട് വരുന്നത്. പിന്നെ ആസ് എ ഫിലിം തീർച്ചയായിട്ടും അത് ഒരു പുതിയ ഒരു ഫെമിനിസം എന്നൊക്കെ പറയുന്ന രീതിയിൽ വേറെ രീതിയിൽ ഒരുപാട് ടോക്കുകൾ നമുക്ക് നടക്കുന്നുണ്ട്. എന്താണ് ഫെമിനിസം? ഒരു പക്ഷേ ആണുങ്ങളോടൊപ്പം നിൽക്കുന്നതാണോ, ആണുങ്ങളെ മേലെ നിൽക്കുന്നതാണോ? ഇത് കമ്പാരിസൺ എന്ന് പറയുന്ന രീതി തന്നെ അത് തെറ്റാണ് എൻ്റെ പക്ഷം. ഒരു ബ്രീഡ് ഓഫ് ഇതിൻ്റെ ഒരു ക്രിയേഷൻ്റെ ഒരു ഇൻസ്റ്റിങ്ക്റ്റ് എന്ന് പറയുന്നത് അതിനെ ഫോളോ ചെയ്യുമ്പോഴാണ് അതിൻ്റെ യഥാർത്ഥ ഒരു ട്രെൻഡ് വരുന്നത്, ട്രെയ്റ്റ് വരുന്നത്. അല്ലാതെ മറ്റൊരു ജീവിയോട് കമ്പയർ ചെയ്യുമ്പോഴല്ലെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം സ്ത്രീകൾക്കും പുരുഷന്മാർക്കും അവരുടേതായിട്ടുള്ള ഡ്രൈവുകളുണ്ട്. അത് ഡിഫൈൻ ചെയ്യുക, അത് എക്സ്പ്ലോർ ചെയ്യുക എന്ന് പറയുന്ന രീതിയിലേക്ക് ഒരു ഇൻഡിപെൻഡൻ്റ് ആയിട്ടുള്ള ഒരു തോട്ട് പ്രോസസ്സാണ് നടക്കേണ്ടതെന്ന് തോന്നുന്നു. അത് റാണി പത്മിനി ശരിക്കും അണ്ടർലൈൻ ചെയ്യുന്നത്. റാണി പെൺകുട്ടികൾ സൂപ്പർ അല്ലേ? ആഷിഖ് അബു അപ്രോച്ച് ചെയ്യുമ്പോൾ ഒരു മ്യൂസിക് ചെയ്യാൻ വേണ്ടി വാട്ട് ആർ ഹിസ് ഡിമാൻഡ്സ് യൂഷ്വലി?
മോസ്റ്റ്ലി ആഷിക്ക് ഒരു മ്യൂസീഷ്യൻ എന്ന രീതിയിൽ എനിക്ക് പരിപൂർണമായിട്ടുള്ള സ്വാതന്ത്ര്യവും തരും. പിന്നെ പാട്ട് എങ്ങനെ ആയിരിക്കണമെന്ന് മാത്രം പറയും. ഒരു പക്ഷേ വിത്ത് ഹെൽപ്പ് ഓഫ് റെഫറൻസസ്, അല്ലെങ്കിൽ നമ്മളുടെ തന്നെ റെഫറൻസ് ആണ്. ഒരു സോൾട്ട് ആൻഡ് പെപ്പർ സ്റ്റൈൽ ഇടുക്കി ഗോൾഡ് ആവാം, അല്ലെങ്കിൽ മറ്റു മലയാളത്തിൽ ഇറങ്ങിയിട്ടുള്ള നമ്മളുടേതല്ലാത്ത പാട്ടുകൾ മലയാളത്തിലാവാം, ഹിന്ദി ആകാം, തമിഴാകാം. അങ്ങനെ ഇത് റെഫറൻസ് വരുമ്പോൾ ഇതേപോലത്തെ പാട്ട് വേണം എന്നായിരിക്കില്ല അവൻ ഉദ്ദേശിക്കുന്നത്. സി ഹൗ ഇറ്റ് വർക്ക്ഡ് ഔട്ട് എന്ന്, ആ സോങ് എങ്ങനെയാണ് ഉണ്ടായത്, അല്ലെങ്കിൽ ആ സോങ് എങ്ങനെയാണ് ആളുകളിലെ ഇമ്പാക്റ്റ് ഉണ്ടാക്കിയത്, അതേപോലെ ഒരു ഇമ്പാക്റ്റ് ആയിരിക്കും നമുക്ക് പാട്ടുകളിൽ നിന്ന് വേണ്ടത് എന്നാണ് ഉദ്ദേശിക്കുന്നത്. അല്ലാതെ റെഫറൻസ് ഈ കോപ്പി ചെയ്യാനുള്ളൊരു ഇതായിട്ടല്ല പറയാറ്. റാണി പത്മിനി എന്ന മൂവി ആക്ച്വലി മിക്സ്ഡ് റിവ്യൂസ് ഇപ്പോൾ റിസീവ് ചെയ്യുന്നു എന്നാണ് അണ്ടർസ്റ്റാൻഡിങ്. ആ ഒരു രീതിയിൽ തിങ്ക് ചെയ്യുമ്പോൾ സോഷ്യൽ മീഡിയ നെറ്റ്വർക്കിങ്ങിൽ ഒരു ബാഡ് റിവ്യൂ വരുന്നതോ അല്ലെങ്കിൽ ഒരു ഗുഡ് റിവ്യൂ വരുന്നതോ, വാട്ട് ഈസ് യുവർ ടേക്ക് ആ ഒരു കാര്യത്തിൽ? ഇത് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുള്ള വെച്ചാൽ ഫേസ്ബുക്ക് പോലെയുള്ളൊരു പ്രതലം ഒരുവന്റെ ഒരു സെൽഫ് ഐഡന്റിറ്റി ഡിഫൈൻ ചെയ്യാൻ ഹെൽപ്പ് ചെയ്തിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. ഒരു സാധാരണ ഒരു ക്രിയേറ്റീവ് പേഴ്സൺ, എല്ലാവരും ക്രിയേറ്റീവ് പേഴ്സൺ ആണെന്ന് പറയുന്ന ഒരു രീതിയിലേക്ക് ഇതിനെ വളർത്തിക്കൊണ്ട് അതിന്റെ ഈവിൾസും ഉണ്ട് ഗുണങ്ങളും ഉണ്ട്. അപ്പൊ പണ്ടൊക്കെ എന്ന് വെച്ചാൽ ഒരു സിനിമയുണ്ട്, കുറെ ആസ്വാദകരും ഉണ്ടായിരുന്നു. ഇപ്പൊ ആസ്വാദനത്തെക്കാൾ ക്രിട്ടിക്സ് ആണ് കൂടുതൽ വരുന്നത്. അപ്പോൾ ഇന്ന് കണ്ടിട്ട് എനിക്ക് വൈകിട്ട് പോയി ഫേസ്ബുക്കിൽ ക്രിറ്റിസിസം എഴുതണം എന്ന് പറയുന്ന ഒരു രീതിയിലേക്ക് അവന്റെ ഒരു മൈൻഡ് സെറ്റ് മാറിയിട്ടുണ്ട്, വിച്ച് ഇസ് നോട്ട് പോസിറ്റീവ് ഐ തിങ്ക്. സോഷ്യൽ നെറ്റ്വർക്കിംഗ് സൈറ്റ്സിൽ എപ്പോഴും പോസ്റ്റിങ്ങോ അല്ലെങ്കിൽ കമന്റ്സിലോ ഒരു ബാഡ് ഇഫക്റ്റ് ഉണ്ടായിട്ടുണ്ടോ ബിജി ബാൽ എന്ന മ്യൂസിക് ഡയറക്ടറിന്? ഞാൻ അത്ര ഒരു പരിധി വരെ ഇമോഷണലി കാണുന്ന ഒരാളാണ് ഞാൻ ചില കാര്യങ്ങൾ. അപ്പോൾ നമ്മൾ ഒന്നില്ലെങ്കിൽ വേണ്ട, ഇപ്പോൾ ഫേസ്ബുക്കിലൊക്കെ തുരുതുര എപ്പോഴും നമ്മൾ എന്ത് പാട്ട് പോസ്റ്റ് ചെയ്താലും അടിയിൽ മോശം എഴുതുന്ന ചിലരുണ്ട്. ഒരു സ്ഥിരമായിട്ട്, ഒരു പക്ഷെ നമ്മളോട് പേഴ്സണലി ഒരു ശത്രുതയുള്ള പോലെയൊക്കെ എഴുതുന്ന ഒരു ആൾക്കാരുണ്ട്. അപ്പൊ അവരെ അൺഫ്രണ്ട് ചെയ്യാന്നുള്ളതല്ലാതെ വേറെ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. അവരെ കൂടുതൽ നമുക്ക് അഫോർഡ് ചെയ്യാൻ പറ്റില്ല. നമുക്കൊരു കുറച്ച് പരിധി കൂടുതൽ അതിന്റെ നമ്മുടെ ചുവട്ടിൽ ഇതെന്ത് പാട്ടാണ്, ഇത് ഇങ്ങനെ ഒരു പാട്ട്, ഇതേപോലത്തെ മറ്റു പാട്ടുകൾ ഒരുപാടുണ്ടല്ലോ, നിങ്ങൾ എന്ത് പുതുതാണ് ഇത് കൊണ്ടുവന്നിട്ടുള്ളത്, ഇങ്ങനെ സ്ഥിരം ഒരു പാട്ടിട്ടാൽ അത് അടുത്തൊരു പാട്ടിട്ട് ഇതിലെ വയലിൻ ശരിയായിട്ടില്ലല്ലോ, നിങ്ങൾ എവിടെയാണ് റെക്കോർഡ് ചെയ്തത് എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് നമ്മളെ ആത്യന്തികമായിട്ട് നമ്മളെന്ന വ്യക്തിയെ തന്നെ പുള്ളിക്ക് എന്തോ അകാരണമായ ദേഷ്യം ഉണ്ടെന്നുള്ളൊരു മട്ടിൽ. ഏറ്റവും കൂടുതൽ പണിഷ്മെന്റ് വേണ്ടത് എന്തിനാണ്? പൈറസിക്കാണോ അതോ ബാഡ് റിവ്യൂസ് അല്ലെങ്കിൽ ഫാൾസ് റിവ്യൂസിനാണോ? പൈറസി നമുക്ക് ഒരിക്കലും ഇതിനകത്തൊരു 100% ഇത് കൊണ്ടുവരാൻ പറ്റുന്ന എനിക്ക് തോന്നുന്നില്ല. ഇത് രണ്ടും നമ്മുടെ ഹ്യൂമൻ ആറ്റിറ്റ്യൂഡിനെ ആസ്പദമാക്കി. നമുക്ക് പൈറസിക്ക് വേണ്ടി ശിക്ഷിക്കുക അല്ലെങ്കിൽ ഈ ബാഡ് റിവ്യൂസിന് വേണ്ടി ശിക്ഷിക്കുക എന്നുള്ളതല്ല, ഹ്യൂമൻ ഷിഫ്റ്റ് ചെയ്യുക എന്നുള്ളത്, ഒരു ഹ്യൂമൻ കോൺഷ്യസ്നെസ് ഷിഫ്റ്റ് ചെയ്യുക എന്നുള്ളതാണ് ഇതിനകത്ത് ഏറ്റവും വലിയ പരമമായിട്ടുള്ളൊരു സൊല്യൂഷൻ. അവൻ നന്നാകുക എന്നുള്ളതല്ലാതെ അതിനകത്ത് അപ്പുറത്തേക്ക് വേറെ ഒന്നും അതിനകത്ത് ഉണ്ടാവാൻ പോകുന്നില്ല. ഞാൻ കേട്ടിട്ടുണ്ട് ദാറ്റ് ബിജി ബാൽ കോളേജിന്റെ സമയത്തൊക്കെ അഭിനയിക്കുമായിരുന്നു ഡ്രാമയിലൊക്കെ. ഇപ്പം ഒത്തിരി മ്യൂസിക് ഡയറക്ടേഴ്സ് അഭിനയത്തിലോട്ടും പോകുന്നുണ്ട്. അങ്ങനെ ഒരു ബിഗ് സ്ക്രീനിൽ ബിജി ബാലിനെ പ്രതീക്ഷിക്കാമോ? ഇല്ല, ഞാനൊരു നല്ല അഭിനേതാവല്ല. അതാണ് അന്ന് എനിക്ക് മനസ്സിലാക്കി തന്നത് കോളേജ് ജീവിതം. ആഗ്രഹിക്കുന്നില്ല, ഒട്ടുമില്ല. കാരണം ഇത് മനസ്സിലുള്ള കാര്യം ബോഡിയിലൂടെ നമ്മൾ കൺവേ ചെയ്യാൻ പറ്റുമ്പോഴാണല്ലോ ഒരു നല്ലൊരു അഭിനേതാവ് ഉണ്ടാവുന്നത്. ഞാൻ ഒരു കാലത്ത് ചെയ്യുമെന്ന് എനിക്ക് തോന്നുന്നില്ല. മോസ്റ്റ് ആക്ടേഴ്സ് ആർ നൗ ഇൻടു സിംഗിങ്. അതിൽ അങ്ങനെ പാടാൻ ചാൻസ് ചോദിച്ച് ആരെങ്കിലും വിളിച്ചിട്ടുണ്ടോ? ആക്ടേഴ്സ് അങ്ങനെ ചാൻസ് ചോദിച്ച് വിളിക്കാറില്ല. പക്ഷെ ചിലപ്പോൾ ഇപ്പോൾ നമ്മൾ ഒന്നിച്ചിപ്പോൾ വർക്ക് ചെയ്യുന്ന ചില സിനിമകളിൽ ആക്ടേഴ്സ് വരുമ്പോൾ നമുക്കും, ഞാൻ പാടാറുണ്ട്, നമുക്കൊന്ന് എപ്പോഴെങ്കിലും ഒക്കെ പാടണമെന്ന് 2-3 ആക്ടേഴ്സ് പറഞ്ഞിട്ടുണ്ട്. വൺസ് എ വൈൽ അവർക്ക് പാടാം എന്നുള്ളതല്ലാതെ സ്ഥിരമായിട്ട് അതൊരു ജോലിയാക്കി എടുക്കുക എന്ന് പറയുന്ന ഒരു രീതിയിലേക്ക് പോകാതിരിക്കുന്നതാണ് നല്ലത്. നമുക്കൊരു നേരം പോക്കിന് പാടാവുന്ന ഒരു മേഖലയല്ല മ്യൂസിക് ശരിക്കും. ഒത്തിരി നോൺ മലയാളി സിംഗേഴ്സ് ഇപ്പം നമ്മുടെ ഇൻഡസ്ട്രിയിലുണ്ട്. അതെന്തുകൊണ്ടാണ്? കമ്പോസേഴ്സ് അത് പ്രിഫർ ചെയ്യുന്നുണ്ടോ? അത് എല്ലാ കാലത്തും എല്ലായിടത്തും ഒരു കൾച്ചറൽ എക്സ്ചേഞ്ച് നടന്നിട്ടുണ്ട്. കാരണം ഇപ്പോൾ ദാസ് സാറ് ഹിന്ദിയിൽ പാടിയ പാട്ടുകൾ ഇപ്പോഴും നമുക്ക് ഒരു ഗൂസ് ബംസ് ഉണ്ടാക്കുന്ന പാട്ടുകളാണ്. ഗൂരി തേര ആണെങ്കിലും ജബ്ദീപ് ജലാനാണെങ്കിലും ഇപ്പോഴും അവരൊക്കെ അത്ഭുതത്തോടെ കേൾക്കുന്ന ഒരു വോയിസ് ആണ് അദ്ദേഹത്തിന്റെ. പ്രൊനൗൺസിയേഷന്റെ കാര്യത്തിലൊക്കെ ചിലപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ പറയുന്നുണ്ട്. പക്ഷെ അദ്ദേഹത്തിന്റെ വോയിസ്, ഒരു സിൽക്കി വോയിസ് എന്ന് പറയുന്നത് ഒരു അത്ഭുതമാണ്. അപ്പോൾ എങ്ങനെയാണ് ഇങ്ങനെ ഒരു മനുഷ്യൻ പാടുന്നതെന്ന് അവർ ചിന്തിച്ച് കാണുമെന്ന് ഞാൻ വിചാരിക്കുന്നു. എഫേർട്ട്ലെസ് ആണ്. അപ്പോൾ അതേപോലെയാണ് എല്ലായിടത്തും. ഇപ്പം മന്നാടെ മലയാളത്തിൽ പാടിയിട്ടുണ്ട്,
ലതാ മങ്കേഷ്കർ പാടിയുണ്ട്, ആശാ ഭോസ്ലെ പാടിയുണ്ട്, ഇപ്പൊ ഇവിടുന്ന് ദാസ് സാർ പാടിയുണ്ട്, പി ജയചന്ദ്രൻ പാടിയുണ്ട്, ചിത്ര ഹിന്ദി പാടിയുണ്ട്, യേശുദാസ് എനിക്ക് തോന്നുന്നു സുജാത പാടിയുണ്ട്. ഇന്ത്യയിലെ മിക്ക ഭാഷയിലും ദാസ് സാർ പാടിയുണ്ട്, മിക്കതിലും നാഷണൽ അവാർഡ് പോലും കിട്ടിയിട്ടുണ്ട്. കേരളത്തില് ഇപ്പൊ ഒരു മൾട്ടി ഡൈവേഴ്സിറ്റി എന്ന് പറയുന്ന ഇൻ സിംഗിങ് ഇറ്റ് സെൽഫ് ഇൻ ദി ഇൻഡസ്ട്രി, പോരാത്തതിന് സിംഗേഴ്സ് ആർ ഇൻക്രീസിങ് ഡേ ബൈ ഡേ, ദാറ്റ് നമ്പർ ഇസ് ഇൻക്രീസിങ് ഇൻ ദി ഇൻഡസ്ട്രി. അതുകൊണ്ട് നമ്മുടെ ഇൻഡസ്ട്രി അത് അക്കോമഡേറ്റിംഗ് ഇനഫ് ആണെന്ന് തോന്നിയിട്ടുണ്ടോ? സിംഗേഴ്സ് പലപ്പോഴും നമ്മൾ അളക്കപ്പെടുന്നത്, സിംഗേഴ്സിനെ അളക്കുന്നത് ഫിലിം പ്ലേ ബാക്ക് സിംഗിങ് എന്നുള്ള രീതിയിലാണ്. ദേ ക്യാൻ എക്സ്പ്ലോർ സം അതർ കൈൻഡ് ഓഫ് പ്ലാറ്റ്ഫോംസ് ഓഫ് മ്യൂസിക്. നമുക്ക് ഒരുപാട് എൻ്റർടൈൻമെൻറ്റ് എന്ന് പറയുന്നത് ഫിലിം മാത്രമല്ല നമ്മുടെ ഒരു എൻ്റർടൈൻമെൻറ്റ് ഇൻഡസ്ട്രി എന്ന് പറയുന്നത്. കാരണം കേരളത്തിൽ മാത്രമാണ് അങ്ങനെ ചിന്തിക്കുന്നത്. ഒരു പാരലൽ സിംഗിങ്, പാരലൽ മ്യൂസിക് ഒരു ജോണർ എന്ന് പറയുമ്പോൾ മലയാളത്തിൽ ഇപ്പോൾ പതുക്കെ ഇപ്പോൾ മ്യൂസിക് മോജോയിലൂടെയൊക്കെ അങ്ങനെ സാധ്യമാകുന്നുണ്ട്. എന്നാൽ പോലും അങ്ങനെ ഒരുപാട് വളരേണ്ടതുണ്ട്. ഒരു റോക്ക് ബാൻഡ് അല്ലെങ്കിൽ അതെ ഒരു പാരലൽ ഒരു ഓൾട്ടർനേറ്റീവ് മ്യൂസിക് ജോണേഴ്സ് കൺസിഡർ ചെയ്യാം. അങ്ങനെ ഒരു വളർച്ച ഉണ്ടാവാൻ ചാൻസ് ഉണ്ടോ നമ്മുടെ ഇൻഡസ്ട്രിയിൽ? തീർച്ചയായിട്ടും. ഇപ്പോൾ തൈക്കുടം ബ്രിഡ്ജ് പോലെയുള്ള ബാൻഡൊക്കെ അവരാദ്യം ഒറിജിനൽ സോങ്സ് വളരെ കുറവാണ്, ബാക്കിയെല്ലാം റീമിക്സുകളാണ്. ഇപ്പോൾ അവർ ഒറിജിനൽ പാട്ടുകൾ ഉണ്ടാക്കുന്നു. ഇപ്പൊ അവിയൽ അങ്ങനെയുള്ള ബാൻഡുകൾ ഒരുപാട് വരുന്നുണ്ട്. വളരെ സിനിമയിൽ ഒട്ടും തന്നെ തല കാണിക്കാത്ത ഒരുപാട് സിംഗേഴ്സ്, ഗേൾസ് ആൻഡ് ബോയ്സ്, അങ്ങനെ ഒരുപാട് പേര് എല്ലാവരും പ്രശസ്തരായിക്കൊണ്ടിരിക്കുന്നുണ്ട് ആ ഒരു മേഖലയിൽ. മ്യൂസിക് കൾച്ചറും സ്റ്റൈലും ചേഞ്ച് ചെയ്യുന്നുണ്ട്.